Hi guys, welcome back to Car Garage. Car Garage ആണ് കേട്ടോ. നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാരേജ്. കാരണം ഒരുപാട് വണ്ടികൾ ഈ ഒരു വെക്കേഷൻ്റെ ഇടയിലുള്ള വണ്ടികൾ ഒരുപാട് കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്തതേ തീർത്തു. എന്നാലും ഉണ്ട്, ഒരു സ്കോർപ്പിയോ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടാക്സി ഇന്നോവ ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു വണ്ടി ഉണ്ട്. അങ്ങനെ 3 വണ്ടി ഇനി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ വണ്ടികളൊക്കെ കണ്ടിട്ട് എല്ലാ ദിവസം ഇങ്ങനെ വർക്ക് ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഡസ്റ്റ്, ഒരുപാട് കച്ചറ, ബാക്ക്ബോർഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടി. അപ്പോൾ അത് ഇനി ക്ലീൻ ചെയ്യാണ്ട് രക്ഷയില്ല. കാരണം ബോഡി ഷോപ്പാണ്, പെയിൻറ്റിങ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മൊത്തം ഇന്ന് ക്ലീനിങ് ആണ്. ക്ലീനിങ് പ്ലസ് ഇപ്പോൾ എന്താ പറയുക, ഒരു ഷിഫ്റ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലൊരു ബമ്പർ റിപ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ടാവും, അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളും നടക്കുന്നുണ്ട്. रुम्बाई एത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് बोलना. हेलो, कैसे हो आप? लीव में गया था काफ़ी दिन के बाद. വൺ ലീവിന് പോയിക്കായിരുന്നു. 1 month 2 months 15 days. 2 months 15 days. ആ, അത്ര ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പടാ ഷട്ട് ബാക്ക് ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ആ വണ്ടി ബൂത്തിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്യാരേജിലേ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. എന്തായാലും അടിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ചാൽ അടിച്ച് കളഞ്ഞാൽ കച്ചറ ഒന്ന് പൊക്കോളും. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഒരു സ്വിഫ്റ്റ് ഇവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗാരേജിൽ വരുന്ന ചാർജ് 30,000 രൂപയാണ്. 30,000 ഫുൾ പെയിൻറ്റിങ്ങിനുള്ള ചാർജാണ് വരുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുമ്പോൾ ഇപ്പോൾ ഈ വണ്ടിയുടെ നോക്കണമെങ്കിൽ ഈ സൈഡ് ഫെൻഡറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു, കാരണം ഡാമേജ് ആയിരുന്നു. അതേപോലെ ഹെഡ്ലൈറ്റ്, അതേപോലെ ബമ്പറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് അഡീഷണൽ ചാർജായിട്ട് വരും. പിന്നെ പാച്ച് വർക്ക് എന്തെങ്കിലും അഡീഷണൽ ചാർജായിട്ട് വരും. നമ്മൾ യൂസ് ചെയ്യുന്നത് കാപ്സിയുടെ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമർ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ അക്കയുടെ ഇട്ടതിന് ശേഷം പ്രൈമർ ആപ്ലിക്കേഷൻ, അതിന് ശേഷം പെയിൻറ്റിങ്, ക്ലിയർ 2 കോട്ട് ക്ലിയർ അടിക്കും. അതിന് ശേഷം 3M വാക്സ് പോളിഷിങ്. അപ്പോൾ സ്വിഫ്റ്റൊക്കെ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യാറുണ്ട്, എത്ര രൂപയാണ് പെയിൻറ്റിങ് ചാർജ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് നമ്മളുടെ ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട് 9 വർഷം ആനിവേഴ്സറി ആണ്. 9ാം വർഷത്തെ ആനിവേഴ്സറി ആണ് ഇന്ന്. ഗാരേജ് മെയ് 9-നാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്ന് മെയ് 9 മെയ് 9 വർഷം മുമ്പ് മെയ് 9-നാണ് നമ്മുടെ ഈ ഒരു ഗാരേജ്. CarJJ എന്നല്ല ആദ്യം പേരായിരുന്നത്, അൻസാർ ഓട്ടോമൊബൈൽസ് എന്നായിരുന്നു. ഒരു മെക്കാനിക്കൽ ഗാരേജ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് CarJJ പേരിട്ടു. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ 9 വർഷമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഒന്നോർക്കുമ്പോൾ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഫുള്ളായിട്ട് വണ്ടി ഇപ്പോൾ ഈ ഒരു മുന്നത്തെ മാസത്തെ വണ്ടിയിലെ ഡെലിവറി ചെയ്തപ്പോൾ ഒരുപാട് ഇതിൻ്റെ ബാക്ക്ബോർഡ് പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ക്രാപ്പ് കൊടുത്തു. അതേപോലെ തന്നെ ഫുള്ളായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബൂത്തിലൊരു വണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആ കളർ നമുക്കൊന്ന് കാണാം. പിന്നെ ഇത് കൂടാണ്ട് ഇന്ന് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. ഒരു 9 ട്യൂബ് വാങ്ങാനുണ്ട്. ട്യൂബ് വെളിച്ചം കുറവുണ്ട്. അപ്പോൾ ട്യൂബ് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ ആദ്യം ബൂത്തിലെ വണ്ടിയുടെ കളറൊന്ന് കാണാം. ബ്രിട്ടീഷ് റൈസിംഗ് ബ്ലൂ എന്നാണ്, ഗ്രീൻ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. മിനി കൂപ്പറിന് വരുന്നൊരു കളറാണ്. ഒരു കളറാണ് കേട്ടോ. और देखा
ഈ ഒരു കളർ നമ്മൾ ഇന്നോവയ്ക്ക് ആദ്യമായിട്ട് അടിക്കണേ. ഇതിപ്പോൾ നമ്മൾക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ഒരു ഡാർക്കിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന്. അതായത് ഫുള്ളായിട്ട് ഗ്രീൻ ഷെയ്ഡ് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കണത് ഇതിൻ്റെ അണ്ടർ കോട്ട് ബ്ലാക്ക് അടിച്ചിട്ട് ഈ ഒരു പെയിൻറ്റ് അടിക്കാനുള്ള പ്ലാനിൽ വണ്ടി പൂത്തി കയറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു തൽക്കാലം പണി ഒരു കസ്റ്റമറുടെ വണ്ടി ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് അത്ര ഇതല്ല, നല്ല ബമ്പറാണ്, വേറെ എവിടെയും കുഴപ്പമില്ല. ഇവിടെ ചെറിയ കീറൽ വന്നത്. അപ്പോൾ നമ്മളിത് ഇന്നറിലേക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു വണ്ടി നമ്മൾ ചെയ്യണ്ട അവിടെ ഒരു റിപ്പയറിങ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് കട്ടിന് ശേഷം സെയിം പെയിൻറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഷാമ്പയിൻകോട് എന്ന പെയിൻറ്റിൻ്റെ പേര്, അത് ഫുള്ളായിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ അവിടെ റിപ്പയറിങ് ഇങ്ങനെ ചെയ്ത് കണ്ടിരിക്കും. അപ്പോൾ ഈ റിപ്പയറിങ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല. ഇവിടെ പെയിൻറ്റ് കോട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോട്ട് കഴിഞ്ഞു. അവിടെ മെറ്റാലിക്ക് ഏതൊരു കളർ അടിക്കുമ്പോൾ വൈഡിലിട്ട് ഗണ്ണ് അടിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. കാരണം ഗണ്ണ് അടിച്ച പാടുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തുടക്കക്കാർ ഒരുപാട് കാണുന്നുണ്ട്. അതിന് ഫോൺ കോളുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. മെറ്റാലിക് കളേഴ്സ് അടിക്കുമ്പോൾ ഇപ്പോഴും വൈഡിലിട്ട്, അപ്പോൾ കവറിങ് ഫസ്റ്റ് കോട്ടിങ് കിട്ടുന്ന വരില്ല. കവറിങ് കിട്ടുന്നവർ ചിലപ്പോൾ ചില കളേഴ്സും കാര്യങ്ങളൊക്കെ 3 കോട്ട് വരെയൊക്കെ അടിക്കേണ്ടതായിട്ട് വരും. എന്നാൽ പോലും വൈഡിലിട്ട് എപ്പോഴും അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മുടെ ഒരു ഫിനിഷിങ് നല്ല ലെവലിൽ എത്തുക കേട്ടോ. മെറ്റാലിക് കളേഴ്സ് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നേരത്തെ നിങ്ങൾ അടിക്കുമ്പോൾ കണ്ടിരിക്കും പറന്നടക്കണം. അപ്പോൾ ആ രീതിയിൽ പറന്നടക്കണ മെറ്റാലിക്ക് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോട്ട് അടിച്ച് അതുമ്പോൾ എന്തെങ്കിലും ഡസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈ ക്ലോത്ത് എന്ന ക്ലോത്ത് വരുന്നുണ്ട്. ആ ക്ലോത്ത് യൂസ് ചെയ്ത് തുടച്ച് ക്ലിയർ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ക്ലിയർ കോട്ട് ആപ്ലിക്കേഷൻ 2 കോട്ട് ക്ലിയർ കോട്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് കഴിഞ്ഞോട്ടെ. ഇനി നമുക്ക് കളറിൻ്റെ മാച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് സൈഡിൽ നിന്ന് അഴിച്ച് നോക്കിയിട്ട് കളർ മാച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മാച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കറക്റ്റായിട്ട് തന്നെ ബമ്പർ മാച്ച് ആയിട്ടുണ്ട് കേട്ടോ. കാലത്ത് ഇവിടെ നിന്ന് പോയപ്പോൾ ഈ ഒരു വണ്ടി അഴിക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ മേജർ പാച്ച് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഴിച്ചതാണ്. പ്ലാറ്റ്ഫോം ഇഷ്യൂ ഉണ്ടോയെന്ന് വെച്ചാൽ ഇഷ്യൂ ഉണ്ട്, എന്നാലും എപ്പോസി അടിച്ചാൽ മതിയാവും അല്ലേ. ആ സൈഡ് വശങ്ങൾ ഇഷ്യൂ ഉണ്ടെന്നാണത്. ആ 2 സൈഡ് വശങ്ങൾ ക്ലിയർ ഒന്ന് പാച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി തന്നെ എപ്പോസി അടിച്ചാൽ ക്ലിയർ ചെയ്യാവുന്ന ഇഷ്യൂസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആർച്ചുകളുണ്ടല്ലേ. ആ ഇന്നർ വശങ്ങളൊക്കെ ഇതേതാണ്ട ഈ രീതിയിൽ പോയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർക്ക് അറിയാതെ ആൾക്കറിയാം. അപ്പോൾ ആ വണ്ടി ഇത് അയച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം മേജർ സെൻറ്റർ പാച്ചുകളില്ല, പക്ഷേ സൈഡ് വശങ്ങൾ പാച്ചുകളുണ്ട് കേട്ടോ. ഓക്കെ, കസ്റ്റമർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് ആ വണ്ടിയുടെ ഒരു അപ്ഡേഷൻ ആവുകയും ചെയ്തു. റീപെയിൻറ്റ് ഓൾറെഡി മുന്നേ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മുന്നേ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാരണമായിരിക്കും ഇത്ര റെസ്റ്റിൽ നിന്നത്. ഇതോടെ നമ്മളിപ്പോൾ ഇത് ഫുള്ള് അരച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്തതിന് ശേഷം എപ്പോക്സി അടിച്ചു കൊടുക്കാം കേട്ടോ.